ഹലോ വെൽക്കം ബാക്ക് ടു ആര്യാഷിജു വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. ഒരു 8 മന്തിൽ തന്നെ ഒരു പകുതിയോടെ തന്നെ ഞങ്ങൾ ഈ ബാഗ് പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ടെന്നാണല്ലോ ഓർമ്മ. അപ്പം ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡെലിവറിയോടെ എടുക്കാറായി. 9th മന്ത് ഒരു സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായി. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും ഒന്നും കൂടെ നമ്മളെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാണിക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം മല്ലുമുണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത്ര ആവശ്യം വരുന്നതാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 ബാഗായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ എൻ്റെ അമ്മേൻ്റെയും നമ്മൾ പോയി കഴിഞ്ഞാൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇടാനുള്ളത്, അത് കഴിഞ്ഞിട്ട് ഇടാനുള്ള ഫീഡിങ് ഡ്രസ്സും പിന്നെ അമ്മയ്ക്ക് ഇടാനുള്ള ഡ്രസ്സും കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് മെഡിക്കൽ കോളേജിൽ അറിയാം ഒരുപാട് ആൾക്കാരെ അലൗഡ് അല്ല. പേവാട് കിട്ടുകയാണെങ്കിൽ ഹസ്ബൻഡും കൂടി കയറാം, അല്ലെങ്കിൽ നമ്മൾ 1-2 ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇതിലാണ് എൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നില്ല, അയ്യോ, എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പം കുട്ടിയുടെ കാണിച്ച് ഞങ്ങൾ ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൽ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുഞ്ഞാവേനെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള റിസീവിങ് ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ കുട്ടിയെ വാങ്ങുന്ന സമയത്ത് റിസീവിങ് ടവലിലേക്ക് ഡയറക്റ്റായിട്ട് വാങ്ങുകയല്ല ചെയ്യാം. നമ്മൾ ആദ്യം കോട്ടൻ്റെ ക്ലോത്ത് കൊടുത്തിട്ട് അതിൽ പൊതിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇതിലേക്ക് വെക്കുക ചെയ്യുക. അതിൽ ഇങ്ങനെ നല്ലോണം കുട്ടീനെ കവർ ചെയ്തിട്ട് വേണം റിസീവിങ് ടവലിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കോട്ടൺ ക്ലോത്ത്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുണ്ട്, അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക സെറ്റ് സാരി, കോട്ടണിൻ്റെ സെറ്റ് സാരികളൊക്കെ കയറിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഡെറ്റോൾ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യില്ല. അവരുടെ ഡ്രസ്സാണെങ്കിലും ഇങ്ങനെയുള്ള ക്ലോത്ത്സ് ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ തിരുമ്പി വെക്കണം. അതിനുശേഷം നമ്മൾ ഈ ചൂടുവെള്ളത്തിലിട്ട് സെറ്റാക്കി എടുത്ത് നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ്. അപ്പം ഒക്കെ അമ്മ സെറ്റാക്കിയതാണ് കേട്ടോ, ഞാനിതിൻ്റെ മുകളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കോട്ടൺ ക്ലോത്ത്സ് ഉണ്ട്. ഇത് കൂടാണ്ട് ഇതിനകത്ത് പെട്ടെന്ന് ആവശ്യമായിട്ട് നമുക്ക് കുട്ടിക്ക് നമ്മൾ സ്നഗ്ഗിയൊന്നും ഫസ്റ്റ് തന്നെ ഇടിപ്പിക്കില്ല. അപ്പം സ്നഗ്ഗി ഇടാതെ മുന്നേ നമുക്ക് എന്താണ് ക്ലോത്ത്സ് ആണ് നമ്മൾ വെച്ച് കൊടുക്കുക. കുറച്ച് ക്ലോത്ത്സ് ഉടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സും ഉണ്ട്. ഇത് ഷീറ്റാണ്, അതായത് നമുക്ക് എത്ര ദിവസം നിൽക്കണം എന്നറിയില്ല. അപ്പം പ്രസവം കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടെ ചിലപ്പോൾ 3 ദിവസം 2 ദിവസം കൊണ്ട് പോരുന്നവരുണ്ടാവും. അത് സ്റ്റിച്ച് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും. അപ്പം എല്ലാം പ്രതീക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുട്ടിക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റബ്ബർ ഷീറ്റ് ഉണ്ടാവില്ല, നമ്മൾ യൂറിനൊന്നും സ്പ്രെഡ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു യൂറിൻ്റെ ഷീറ്റ്, ഒരു റബ്ബർ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞാവയ്ക്ക് ഇടാനുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ നോർമലായിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ട് സെറ്റാക്കി ഇട്ട് വെച്ചതാണ്. ഇത് ചെറിയൊരു കുട്ടി ഷോർട്ടും വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ കവറിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പം ഇതിനെ നമ്മൾ ന്യൂ ബോണിലൊക്കെ യൂസ് ചെയ്യുന്ന ഫുൾ കോട്ടൺ ആണ്, നല്ല സുഖമാണ്. അതുപോലെ തന്നെ നമ്മൾ കാലൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് കിടക്കും, കൈയാണെങ്കിലും കാലാണെങ്കിലും ഒക്കെ കവർ ചെയ്ത് കിടക്കുന്ന ടൈപ്പാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചതാണ്. അതുള്ളത് പാൻറ്റീസാണ്, ആവശ്യമില്ല. നമ്മൾ പാൻറ്റീസൊന്നും കുട്ടീനെ തുടക്കത്തിലേ എടുപ്പിക്കില്ല എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഞാൻ തുണി എടുത്ത് വെച്ചത്. എന്നാലും ചെറിയൊരു പാക്കറ്റ് പാൻറ്റീസ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് അവർ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വൈപ്സ് നമുക്ക് അത്യാവശ്യമാണ്. ഇത് വെറ്റ് വൈപ്സ് ആണ്, കുറച്ചുകൂടി നല്ലത് വെറ്റ് വൈപ്സ് ആണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഈ യൂറിനറി പാസേജ് ഏരിയാസ് ഒക്കെ തുടച്ചിട്ട് അടുത്ത ഡ്രസ്സ് ഇരിപ്പിക്കുന്നതിന് മുന്നേ തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാട്ടർ വൈപ്സ് അത്യാവശ്യമാണ്. ഇത് പാരബിൻ ഫ്രീ ആണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നല്ലതാണ്. അതായത് അത് 2 എണ്ണം, ഒരു ചെറിയ പാക്കറ്റും ഒരു വലിയ പാക്കറ്റും വാങ്ങി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്. ഇനി നമ്മളൊരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, റിസീവിങ് ടവൽ നേരത്തെ കാണിച്ചിരുന്നു. അത് കൂടാണ്ട് ഒരു റിസീവിങ് ടവൽ പോലത്തെ നമ്മൾ ഒരു വുഡി ടൈപ്പ്
റിസീവിങ് ടവലും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടിക്കിടാൻ വേണ്ടിയിട്ടുള്ള തൊപ്പി, കയ്യിലിടുന്നതും ഷൂ, അങ്ങനെ ഒരു സെറ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കുഞ്ഞമ്മേൻ്റെ ബാഗിൽ വരുന്നത്. ഇതൊക്കെ ഒന്ന് ഒതുക്കി പതുക്കി വെക്കണം. ഇനി ഇതിലുള്ളതാണ്, അതായത് ഇത് എൻ്റെ അമ്മേൻ്റെയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമുക്ക് ഡെലിവറിക്ക് നേരത്തെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ളതും അത് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളതുമാണ്. മെയിനായിട്ട് നമുക്ക് എന്താണ്, മെയിനായിട്ടതല്ല, ബെഡ്ഷീറ്റ് അത്യാവശ്യമാണ്. നമ്മൾ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു 3 ബെഡ്ഷീറ്റോളം എടുത്തു വെച്ചിട്ടുണ്ട്. 3 ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, തോർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സാണ്, ഞാൻ ഫീഡിങ് കുർത്തീസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 1, 2 ഫീഡിങ് കുർത്തീസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ എടുപ്പിക്കാന്നുള്ള ലെവലിലാണ് ഇവിടെ. പിന്നെ ഒരു 4 മാക്സിയും ഒരു 2 ഫീഡിങ് കുർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് ഇടാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ ഇതിനകത്ത് കയറ്റി വെച്ചാട്ടെ, എന്നാൽ പിന്നെ പ്രശ്നമില്ല. രണ്ടാമത്തെ പാക്കിംഗ് ബാഗ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ കവറിൽ ഇന്നേഴ്സൊക്കെ സെറ്റാക്കിയിട്ട് SMD ഒക്കെ സെറ്റാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റോ മൊത്തം അമ്മയുടെ സാരീസാണ്. ഒരു 2-3 സാരിയും ഒരു മാക്സിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഈ ഒരു ബാഗിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മെഡിക്കൽ കോളേജിലാവുമ്പം അമ്മമാർക്ക് ഉള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമാർക്ക് ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ വൈറ്റ് ഒരു ജുബ പോലത്തെ ഒരു അല്ലെങ്കിൽ കോട്ട് പോലത്തെ ഒരു സംഭവം ഇട്ടിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. നോർമൽ ആണെങ്കിൽ മാത്രമേ അലൗഡ് ആക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് അതും നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് അവിടുന്ന് ഇങ്ങനത്തെ ക്ലോത്തൊക്കെ വാങ്ങുമ്പോൾ പൊടി പോലെ ഉണ്ടാവും, നമ്മുടെ മേത്തൊക്കെ പൊടി പോലെ ആവും. അപ്പം അതെന്താ വെച്ചാൽ ഒന്നാമത് എനിക്കൊരു അനുഭവമുണ്ട്. ഞങ്ങൾ തേർഡ് മന്ത് ഒക്കെ ആവുന്ന സമയത്ത് ട്യൂബിലാണോ പ്രഗ്നൻസിന്ന് ഡൗട്ടായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് വാങ്ങി അപ്പം യൂസ് ചെയ്തതാണ് ഇങ്ങനെ വെള്ളം കൊണ്ടും ഇതൊക്കെ. അന്നേരം ഫുൾ മേത്ത് മൊത്തം ഈ വെള്ളം പൊടി ആയതുകൊണ്ട് നേരത്തെ കാലത്തെ വാങ്ങി ഒക്കെ തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ എൻ്റെ എല്ലാ സാധന സാമഗ്രികളും ഉള്ളത്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് ഉള്ളത് തന്നെ വരേക്ക് അറിയില്ല. അമ്മേൻ്റെ ഒരു കണക്ക് കൂട്ടൽ അമ്മ എടുത്തു വെച്ചതാണ്. അമ്മ നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് റിട്ടയർഡ് ആയതാണ്. അപ്പം അമ്മയ്ക്ക് അറിയാൻ മെഡിക്കൽ കോളേജിൽ ഇന്നതൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ എമൗണ്ട്, അതായത് നമുക്ക് ഇത്രയും 4-5 പല്ലുകൊണ്ടിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ, അതിൽ 8 എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞ അത്രയും വേണ്ടി വരും ചിലപ്പം. അതുകൊണ്ട് പിന്നെ അന്നേരം നമ്മൾ കിടന്ന് ഓടാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴേ അതൊക്കെ സെറ്റാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി ഒക്കെ എടുത്ത് വെച്ചതാണ്. അന്നേരം നമ്മൾ തപ്പി കളിക്കുമ്പോൾ നമുക്ക് അത്രയും വൃത്തിയാക്കിയിട്ട് നമുക്ക് ആ സമയത്ത് കിട്ടില്ലല്ലോ. കല്ലുമുണ്ടുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 8 ഞാനുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇല്ല, അത്രയും മല്ലുമുണ്ട് നമ്മുടെ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം പ്രത്യേകിച്ച് ബ്ലീഡിംഗ് ഒക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരും മല്ലുമുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചതാണ്. ഒരു 8 ഉണ്ടാവുമെന്നാണ് തോന്നുന്നു. 8 അല്ല, അതിൽ കൂടുതലുണ്ട്. അപ്പം അത്രയും മല്ലുമുണ്ടുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ തന്നെ വാങ്ങിയിട്ട് എടുത്തു വെച്ചതാണ്. പിന്നെ മറക്കാതെ വെക്കേണ്ട ഒരു സംഭവമാണ് മെറ്റേണിറ്റി പാഡ് വെക്കണം. സാധാരണ ഒരു പാഡും വെച്ചിട്ടുണ്ട്, മെറ്റേണിറ്റി പാഡും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അത്യാവശ്യമായിരിക്കും. ബ്ലീഡിങ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാനൊക്കെ അത്യാവശ്യമായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ തോർത്തൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ കുട്ടിക്ക് പാൽ കൊടുക്കുക. അതായത് നമുക്ക് പെട്ടെന്ന് അങ്ങനത്തെ ആവശ്യങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റേത് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള തോർത്തൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഇങ്ങനത്തെ ഐറ്റംസ് വേണ്ടിയിട്ടുള്ള തോർത്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മൾ ഡ്രസ്സ്, അതായത് മുണ്ട് കാണിച്ചു തന്നു. 8-10 എങ്ങാനുണ്ട് മുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസുകൾ നമ്മൾ ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഈ ഒരു രാവിലെ 7 മണി to 11 മണി വരെ ഡോക്ടർമാരുടെ റൗണ്ട്സിൻ്റെ ടൈമാണ്. ആ ടൈമിൽ നമ്മൾ കുളിച്ചപ്പോഴത്തേക്ക് നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് ഈ വൈറ്റ് മുണ്ടും ബ്ലൗസും ഇട്ട് നിൽക്കണം. അപ്പം ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. അപ്പം ആ ഒരു ടൈമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഇതൊക്കെ ഏകദേശം കാണിച്ചു തരാണെങ്കിൽ ഇങ്ങനെ ഒരു വെൽപ്പള ബ്ലൗസിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വെൽപ്പള സംഭവമാണ്.
ഉണ്ടാവുന്നത്. ഫ്രണ്ട് ഏരിയ ഒക്കെ അത്യാവശ്യം നമുക്ക് ലൂസ് ആയിട്ടുള്ള ടൈപ്പ് ഇങ്ങനെ ഒരു ബ്ലൗസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 1-2 അടുപ്പിച്ചതാണ് ബ്ലൗസ്. ബാക്കിയൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി എടുത്തു വെച്ചതാണ്. പിന്നെ വേസ്റ്റ് തുണികൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. വേസ്റ്റ് തുണി അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടി സെറ്റ്. ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഫുൾ സെറ്റ് സാരികളുടെ സെറ്റാണ്. സെറ്റ് സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ കീറി പീസ് ആക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചതാണ്. പെട്ടെന്ന് ഉടുപ്പിക്കാൻ വേണ്ടിയിട്ടും ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സെറ്റ് സാരികൾ, അതായത് നല്ല കോട്ടൻ്റെ സാരികൾ മുറിച്ച് വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ബാക്കിയുള്ള അടുത്ത സെറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിനായിട്ട് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്. ഇത്രയും കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വേണ്ടി ഉണ്ടാവില്ല. അതായത് 8-10 മല്ലുകൊണ്ടൊന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അമ്മേനെ പറഞ്ഞിട്ടായിരുന്നു ചിലപ്പോൾ നമുക്ക് 4-5 ആവശ്യം ഉണ്ടാവുള്ളൂ. എന്നാലും ആ സമയത്ത് ആവശ്യം വന്നാൽ ഓടി നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി എടുത്ത് വെച്ചോന്നേ ഉള്ളൂ. ആവശ്യം വന്നിരിക്കാൻ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. ഇതൊക്കെ നമുക്ക് പിന്നെയും യൂസാണ്. കുട്ടിക്ക് കുടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്നെക്കൊന്നും അല്ലെങ്കിൽ യൂസ് ചെയ്യും. നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോഴൊക്കെയല്ലേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ക്ലോത്തൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പം അന്നേരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇത് കാണിക്കാൻ വിട്ടുപോയി. ഇതെന്ന് പറയുന്നത് അർജൻറ്റ് യൂസ്, അതായത് നമ്മുടെ ഈ ഒരു പ്രത്യേക കവറിലേക്ക് മാറ്റി വെച്ചതാണ്. ഇത് നമ്മൾ ഡെലിവറീൻ്റെ ടൈമിൽ നമുക്ക് അവർക്ക് തിയേറ്ററിലേക്ക് ആവശ്യമുള്ള തുണികളായിട്ട് അതിലെ നമ്മൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലോത്ത്സ്, അതായത് ഇതേപോലെ തന്നെ മുണ്ടുകൾ, വൈറ്റ് ക്ലോത്ത്സും നമ്മൾ ഉടുപ്പിക്കാനുള്ള ക്ലോത്തുകളൊക്കെ ഇതിനകത്ത് സെറ്റാക്കി എടുത്ത് വെച്ചതാണ്. അങ്ങനെയുള്ള കുറച്ച് ക്ലോത്ത്സ് ഇതിനകത്തുണ്ട്. അതൊക്കെ സെപ്പറേറ്റ് ഒരു കവറിലാക്കി വെച്ചതാണ്. അന്നേരം ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാന്നുള്ള ഒരു ലെവലിൽ എടുത്ത് വെച്ചിട്ട് കവറുകൾ കുറച്ചങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ബാഗിൽ. നമുക്ക് തിരിച്ചിട്ട് കൊണ്ടുവരാനും ഇതാക്കാനൊക്കെ നമുക്ക് കവറുകൾ ആവശ്യമുണ്ടാകും. അപ്പോൾ ഇവിടെ തപ്പാണെങ്കിലും ഏത് ബാഗിൽ തപ്പാണെങ്കിലും കവർ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഈ ഒരു സൈഡ് മൊത്തം കവർ തന്നെയുള്ളൂ. 2 ഷേവിങ് സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് അവർ ചോദിക്കും, അമ്മ പറഞ്ഞതാണ്, അവർ ചോദിക്കും ഷേവിങ് സെറ്റ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. മാസ്ക് ഇപ്പോൾ മെയിനായിട്ട് നിപ്പ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം മാസ്ക് നിർബന്ധമായിരിക്കും. അതെടുത്ത് വെച്ചിട്ടുണ്ട്. ID കാർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെന്ന് എന്തിനാണെന്ന് അറിയില്ല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നമ്മുടെ ഒരു കത്രിക എന്തെങ്കിലും മുറിക്കാൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, പിന്നെ ഒരു നീഡിലും നൂലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഷാമ്പൂ, ഫേസ് വാഷ്, അതൊക്കെ എനിക്ക് ആവശ്യത്തിന് ഞാൻ എടുത്ത് വെച്ചതാണ്. പിന്നെ മുടിക്ക് കെട്ടാൻ വേണ്ടി നമ്മൾ പിരിച്ചിട്ടിട്ട് മുടി മടഞ്ഞിട്ടിട്ട് കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ട് അതും ബ്ലേഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചീരാൻ ചീർപ്പ്, അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ഇനി ഞങ്ങൾ വേറൊരു ചെറിയൊരു ബാഗ് പോലെ വേറെ വണ്ടിയിൽ വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ വെച്ചിട്ടുള്ളത് ഫ്ലാസ്ക്. നമുക്ക് ഫ്ലാസ്ക് ആവശ്യം വരും ചായ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് ജ്യൂസ് വാങ്ങാനുള്ള പാത്രം, ഒരു വാട്ടർ ബോട്ടിൽ, 2 പ്ലേറ്റ്, 2 സ്പൂണ്, നമ്മുടെ അങ്ങനത്തെ അതുപോലത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ബ്രഷ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്ത് പോകുന്ന അതല്ലാതെ നമ്മൾ ബാത്റൂംസിലേക്കും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ചപ്പൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെക്കാൻ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതിൽ വിട്ടുകൂടാൻ പറ്റാത്ത സംഭവമാണ് ഡോക്ടർ കാണിച്ച ഷീറ്റുകളൊക്കെ നമ്മൾ അടുക്കി പെറുക്കി ഒക്കെ സെറ്റാക്കി വെക്കണം. പിന്നെ ഒ പി ഷീറ്റ് നിർബന്ധമാണ്, നമ്മൾ അതെടുത്ത് വെക്കണം. പിന്നെ ഇതുവരെ ചെയ്ത എല്ലാ സ്കാനിങ് റിപ്പോർട്ട്സും എടുത്ത് വെക്കണം. ബ്ലഡ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം. പിന്നെ നമ്മൾ പേവാർഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷീറ്റ് അതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അമ്മയും കുഞ്ഞിൻ്റെ ഒരു ബുക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് അംഗനവാടിയിലും ഹെൽത്തിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്, അത് എടുത്ത് വെക്കണം. ഈ സോക്സ് ആവശ്യമുള്ളവരാണെങ്കിൽ സോക്സ് എടുത്ത് വെക്കുക. കാലിൽ കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ സോക്സ് എടുത്ത് വെക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വാട്ടർ ബോട്ടിൽ വാങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ചായ കുടിക്കാനുള്ള ഒരു നമ്മുടെ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങൾ, അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ഇനിയിപ്പം അതൊക്കെ നമ്മൾ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പേവാട് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കാറിൽ വെച്ചിട്ട്
പേവാട് കെട്ടിയിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. പേവാട് കെട്ടി പിന്നെ കുറച്ച് കുട്ടികൾക്ക് നമ്മൾ പൊതുവേ വീഡിയോസിലൊക്കെ കാണുന്ന കുറേ സാധനങ്ങളുണ്ട്, അതൊന്നും ആവശ്യമില്ല ശരിക്കും. അതൊക്കെ കൂടി നമ്മൾ കെട്ടിപ്പോയി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് വേണ്ടത്. നമുക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ കൂടെ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തോണി പോലെ കിടക്കുന്ന ആ ബാഗല്ലേ, അതും അതുപോലെ തന്നെ നെറ്റ് പോലെ കുട്ടീനെ കവർ ചെയ്ത് കിടക്കുന്നത്. അപ്പം നമുക്ക് അവിടെ കൂടുതൽ ദിവസം നിൽക്കേണ്ടി വന്നാൽ, അതായത് നമ്മളിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കുറച്ചധികം ദിവസം നിൽക്കേണ്ടി വന്നാലൊക്കെയാണ് നമുക്കത് വേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എടുത്തു കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ. അപ്പം ഇത്രയാണ് എൻ്റെ ബാഗ് പാക്കിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.